everyone, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Samrajyam. Let's watch it. Yes. Oh. വിനു, ഞാൻ നിങ്ങളുടെ വിനുവല്ല. ഐ എം അലക്സാണ്ടർ. I am വിനു Alexander. നീ അല്ല, നിങ്ങൾ കാറ് മറപ്പിരിക്കുന്നു. നിങ്ങളുടെ വിനുവിനെ എനിക്കറിയില്ല. അമ്മയോട് നീ കള്ളം പറയുന്നു. അമ്മയോ? നിങ്ങളോ? Oh. ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, ത്യാഗമുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചേരില്ല. ആർക്കും വേണ്ടാത്ത തന്തയില്ലാത്ത ഗർഭത്തെ അബോർട്ട് ചെയ്യുന്ന സ്ത്രീകളെ പറ്റി കേട്ടിട്ടുണ്ട്. പിഴച്ചുപറ്റ ചോരക്കൊന്നാരും വിളിക്കാറില്ല. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. എല്ലാ വിശേഷണ പദങ്ങളും എനിക്ക് ചേരും. വേണ്ട. തെരുവിൽ വളർന്നവന്റെ നാവിൽ തെരകളും തെമ്മാടിത്തമേ വരൂ. നിങ്ങളെ പോലെ സമൂഹത്തിൽ സ്ഥാനവും മാനമുള്ളവർക്ക് അത് കേട്ടാൽ അറയ്ക്കും. ഇല്ല, നിന്നെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ സ്ഥാനവും മാനവും പദവിയും അതിനൊന്നും ഈ അമ്മ സന്തോഷിച്ചിട്ടില്ല. എവിടെങ്കിലും നീ സുഖമായിട്ടുണ്ടെന്ന് അറിയാം. എന്തെങ്കിലും ഒന്ന് കാണാൻ അതിനെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നും അതിലപ്പുറം ഒന്നും ഐ ജി ബാലകൃഷ്ണന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കില്ല. ഞാൻ ആരാണെന്നും എങ്ങനെ കഴിയുന്നുവെന്നും അറിഞ്ഞില്ലേ, കണ്ടില്ലേ? ഇനി എന്താണ് അറിയുന്നത്? ഇങ്ങനെ അറിയേണ്ടിയിരുന്നില്ലെന്ന്, കാണേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. പിന്നെ കണ്ട ഉടനെ, വിനുവെന്ന് കേട്ട ഉടനെ അമ്മയെന്ന് വിളിച്ചമ്മനായ ഒരു സന്യാസിയായി തീരുമെന്ന് വിചാരിച്ചു? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. പറയൂ, എന്തിനാണ് ഇവിടെ വന്നത്? പറയാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ എനിക്കില്ല. പക്ഷെ ഓർക്കുമ്പോ തോന്നുന്നു, നിന്റെ ഈ തൊഴില് ഇതൊന്ന് നിർത്തിക്കൂടെ? എന്നെ ഇവിടുത്തെ ആരും പേടിക്കണ്ട, ദുഃഖിക്കാൻ വേണ്ട. അതിനിവിടെ ശമ്പളം കൊടുത്ത് ഞാൻ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അവർ സന്തോഷമായിട്ട് ചെയ്തോളൂ. എന്ന് തുടങ്ങി ഈ പുതിയ പുത്രസ്നേഹം? അതോ ഭർത്താവിന്റെ ജീവനോടുള്ള പേടിയോ? എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ, കൊല്ലണമായിരുന്നെങ്കിൽ കൂടി അതെനിക്ക് എന്നേ ആകാമായിരുന്നു. പേടിക്കണ്ട. നിങ്ങൾ ആഗ്രഹിച്ചത് എന്നും നിങ്ങൾക്കുണ്ടാവും. എന്നെ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഉണ്ടോ? ഈ തൊഴിലെന്നല്ല, എല്ലാം ഞാൻ ഉപേക്ഷിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ എന്നെ മകനായിട്ട് അംഗീകരിക്കണം. സാധിക്കുമോ? 4 പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാരെ കേൾക്കി എന്നെ മോനെ എന്ന് വിളിക്കണം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണ്? സോറി ബാലേട്ടാ. अरे यार, ആരാത്? അവര് പറഞ്ഞ സത്യമാണോ? അവരെന്റെ അമ്മയാണോ? അല്ല. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ തന്നെയാണ്. എന്തൊക്കെ ചെയ്താലും ഒരുത്തി അമ്മയാവില്ല, വേറെ പലതും ആവും. നീ അവരെ ന്യായീകരിക്കരുത്. നീ അറിയാത്ത ഒരുപാട് നാറുന്ന ചരിത്രം നീ കാണുന്നതിന് മുമ്പ് ഈ അലക്സാണ്ടർക്കുണ്ടായിരുന്നു. ആർക്കും വേണ്ടാതെ തറവാട്ടുകാരൻ അവരെ ആട്ടും തൊപ്പും കൊണ്ട് അവൻ അനുഭവിച്ച അപമാനവും നിനക്ക് മനസ്സിലാവില്ല. ഐ എം എ ബാസ്റ്റഡ്. എന്റെ തന്ത ആരാണെന്ന് ഇന്നും എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ജനിപ്പിച്ച കുട്ടത്തിന് കിട്ടുന്നിടത്ത് വെച്ച് ഞാൻ അത് വെട്ടിക്കൊന്നേനെ. സ്വന്തം സുഖത്തിന് വേണ്ടി താൻ പ്രസവിച്ച കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞ് വന്ന് വിളിച്ചവന്റെ കൂടെ പഴിയിറങ്ങി പോയവളാണ് ഇന്നിവിടെ കയറി വന്ന് തള്ള. അന്നില്ലാത്ത പുത്രസ്നേഹത്തിന്റെ പുതിയ കഥയും പറഞ്ഞ് അവരിവിടെ കയറി വരുമ്പോ മീറയും കുതിരിക്കാൻ വെച്ച് ഞാൻ അവർക്ക് ഓച്ചാന പാടണോ? പറയടാ. അമ്മയുണ്ടായിരുന്നിട്ടും അനാഥനായിട്ട് വളരേണ്ടി വന്നവനാണ്. അനാഥാലയത്തിന്റെ തിണ്ണയിൽ ഒരു നേരത്തെ കഞ്ഞിക്ക് കൈനീട്ടി നിൽക്കുമ്പോ ഈ പുന്നാരത്തുള്ള എവിടെയായിരുന്നു?
കഞ്ഞി തിന്ന കൈകൊണ്ട് അവർ കഴുത്തിലൊരു കൊന്തയ്ക്ക് എടുക്കുന്നു. അങ്ങനെ നായർ തറവാട്ടിൽ പറഞ്ഞ വിനു അലക്സാണ്ടറായി. പറയണ, ഇവരാണോ തള്ള? ഇവരെയാണോ ഞാൻ പൂവിട്ട് തൊഴേണ്ടത്? കഴിഞ്ഞതെല്ലാം ഓർത്ത് ദേഷ്യം വെച്ചിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ആരോട് ദേഷ്യം കാണിക്കാൻ? കഴുത്തിനൊരു കൊന്ത ഇട്ടാലും നീ വിനു തന്നെയാ. അല്ല, വിനു കുറയുന്ന ആരെങ്കിലും വിനു എന്ന് വിളിച്ചാൽ നീ അറിയാതെ തിരിഞ്ഞു നോക്കി പോകും. I'm loving his face, കാതറിനറിയോ, ഇന്നലെകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നു. എന്തിനും തെറി വിളിക്കുന്ന തറവാട്ടുകാരനോ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കേട്ട് തഴമ്പിച്ച ഒരേ പിള്ളേർ സന്തയില്ലാത്ത. സന്തയില്ലാത്തവന് ഈ തറവാട് കുളിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ക്ഷണിച്ചോ. ആ അശ്ലീലത്തിന് ഓമനിച്ച് വളർത്തിക്കൊടി എന്ന് വരുന്നവർ കൂടി അറിയട്ടെ. നിന്റെ പൂർവ്വകാല ചരിത്രം അസത്തിനോട് പറഞ്ഞേക്ക്. അമ്മയെ കുമ്മയെന്ന് വിളിച്ച് അന്നേരത്ത് വന്നേക്കരുത്. ചേച്ചിയമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോൻ അനുസരിക്കുമോ? ഇന്ന് ചേച്ചിയമ്മയെ കാണാൻ ചിലർ വരും. ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അമ്മയാണെന്ന് പറയണ്ട. അങ്ങേര് വന്നിരിക്കുന്നു. വേഗം That's really bad, yaar. बच्चे को क्या ही समझेगा यार. ഏതായി കുട്ടി? നമസ്കാരം അച്ചു. നമസ്കാരം. ചായ കണ്ടിട്ട് കുറെ കാലമായല്ലോ. ജോലി തിരക്കായിരുന്നു, അതാ. ഏതായി കുട്ടി? റോഡിൽ കിടന്നിരുന്നു. കണ്ടപ്പം വിട്ടുപോരാൻ തോന്നില്ല. ഈ പിള്ളേരുടെ കൂട്ടത്തിൽ അച്ഛൻ ഇവനെയും കൂടെ വളർത്തണം. അത് ചായക്കറിയാലോ. ഇപ്പൊ തന്നോട് പിള്ളേർ കൂടുതലാ. നിവൃത്തി ഉണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളെപ്പോലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നെന്ന് മാത്രം. ഇവന് വേണ്ടി വരുന്ന ചെലവിന്റെ കാര്യത്തിൽ അച്ഛൻ പേടിക്കണം. അറിയാൻ നോക്കണം. സ്പോൺസറായിട്ട് KF ഷാൻ കമ്പനി എന്ന് വെച്ചാൽ മതി. ആയിക്കോട്ടെ. എന്താ മോന്റെ പേര്? ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. മുഖം കണ്ടിട്ട് നല്ല കുടുംബത്തേതാണെന്ന് തോന്നുന്നു. എവിടെ ജനിച്ചിട്ട് എന്താ, എല്ലാം ദൈവനിശ്ചയം പോലെ വരും. ഞാൻ വരട്ടെ അച്ചു. ശരി. ചെല്ലുമോനെ. വരൂ. കാരുണ്യവും സ്നേഹവും നിറഞ്ഞ കന്യാമറിയത്തിന്റെ മുന്നിൽ ഞാനെന്ന മണിക്കൂറുകളിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മറ്റുള്ളവരെ പോലെയാകാൻ, മനസ്സൊന്നും നന്നാകാൻ. കാണുന്നവരെല്ലാം എനിക്ക് വെറുപ്പായിരുന്നു. എന്തിന്? എന്നെപ്പോലും
എനിക്കെന്റെ മുഖം നഷ്ടപ്പെടുകയായിരുന്നു. പഴയ വിനു പിന്നീട് ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചു. തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്കുള്ള യാത്ര. ट्रांसफॉर्मेशन देगा. Hey, that's nice. ഇമാതിരി അഭ്യാസം കൊണ്ട് ഈ ഏരിയ വന്നിട്ടുണ്ടല്ലോ, ആടി പിരുത്തുകളെ ഞാൻ. എന്തായി കാണിക്കുന്നേ? കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ പക്ഷേ? എത്ര നാളായി കൊണ്ടും കൊടുത്തും ജീവിക്കുക. ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ? എന്താ ഇപ്പൊ ഒരു കാറ്? അലക്കല്ലേ? ഒരു നിമിഷം. വരും. എന്താ കാര്യം? അലക്കേ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ ചെയ്യേണ്ട കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഏതാണ്ട് അങ്ങനെ തന്നെയാ. അഡ്വാൻസ് എപ്പോ എങ്ങനെ എവിടെ വെച്ചെന്നല്ല ഞാൻ പിന്നീട് പറയാം. അതെ. Okay. മോനെ, ഇവനെ വിശ്വസിക്കരുതേ, സൂക്ഷിക്കണം. പലരെയും പറ്റിച്ചും വെട്ടിച്ചുമാണ് അവൻ ഇവിടം വരെ എത്തിയത്. അതിന് നമുക്കെന്താ? നമുക്ക് കാശിട്ടേ പോരെ. കാശ് മാത്രമാണോ ജീവിതം എന്ന് പറയുന്നത്? മറ്റു പലതൊക്കെ അതൊന്നും എനിക്കറിഞ്ഞതാ. എന്റെ ഇഷ്ടം. Must the Purana old Gaon area. Man is looking so smart. എന്താ പറ്റ അവിടെ? ആ അലക്സ് ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളാ പോലെ. അവൻ നേരെയാവാൻ പറ്റില്ല. Okay. वही चला, इसने छोड़ा था उसको. പിന്നെ കുത്തിയോ അത് ഒറ്റ കുത്തിന് ചത്തോ? അല്ലെങ്കിൽ സ്ഥാനം നോക്കി കുത്തിയോ ഒറ്റ കുത്ത് മതി. ഏതായാലും തീർന്നു കിട്ടി. ലുക്ക്, യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഇതൊക്കെ ഇങ്ങനെ ഒരു ഉപകാരമൊക്കെ ചെയ്തു തരണം. അതെ, അതിൽ നിന്ന് ഇഷ്ടമുള്ള എടുത്തോ. അലക്സ്, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കൂടെ നിൽക്കാമോ? अरे दे दे. ഹലോ ഹലോ, കേവ് ഷാ സ്പീക്കിംഗ്. പേടിക്കണ്ടോ, പ്രേതമല്ല സംസാരിക്കുന്നത്. ജീവനുള്ള ഷായാണ്. എന്നെ കൊല്ലാനൊന്നും നീ പറഞ്ഞിട്ടില്ല കുഞ്ഞെ. ആദ്യം നീ എന്റെ ബിസിനസ് ഇറക്കാൻ നോക്കി, പിന്നെ എന്നെ ഇവിടെ നോക്കാൻ നോക്കി. ഇപ്പൊ കൊല്ലാൻ എന്തൊക്കെ ചെയ്താലും അവസാന നഷ്ടം നിനക്ക് തന്നെ. വാട്ട് എ പാരഡോക്സ്. ആട്ടെ, ഇപ്പൊ എത്ര രൂപയായി?
ഞാൻ ചോദിച്ചു സാറിന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. Oh, എന്നെ എവിടെയെങ്കിലും വെച്ച് facing കണ്ടാൽ now. എങ്ങനെ നോക്കാനാ? 10 കൊല്ലമില്ലേ? ആരുമില്ലാതെ റോഡിൽ ബോധം കെട്ടി കിടന്നിരുന്നൊരു പയ്യനെ സാറെടുത്ത് അനാഥാലയത്തിൽ എത്തിച്ചു. അതെ, കമ്പനി സ്പോൺസർ ചെയ്യുന്ന അലക്സാണ്ടർ. പിന്നെ നീ എങ്ങനെ വീണ്ടും ഇങ്ങനെ ആയിരുന്നല്ലേ? വിധിയാണ് സാറേ. നീ മിസ്സായ കാര്യം അവരെന്നെ ഇൻഫോം ചെയ്തിരുന്നു. ഞാൻ ഓടിപ്പോന്നതാ. ലോകത്തോട് മുഴുവൻ പറയും വിദ്വേഷമായിരുന്നു മനസ്സിൽ. ബൈബിൾ കഥകളിലെ കുഞ്ഞാടുകളും അവയെ സ്നേഹിച്ച നല്ല ഇടയനും അതൊന്നും എനിക്ക് മനസ്സിലാവില്ല. സ്നേഹവും അനുകമ്പയും ഒക്കെ എന്നും എനിക്ക് അപരിചിതമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹമുള്ളൊരു വാക്ക് പറയുന്നത് സാറിന്റെ ജീവൻ രക്ഷിച്ചത് അതിനൊരു പ്രത്യേകപരമായിട്ട് കരുതിയാണ് ഞാൻ പോയത്. എനിക്ക് പോകണ്ട. നിനക്കറിയാമോ, സമാധാനത്തോടെ മരിച്ച ഒരു തിരുവുണ്ടിയും ഈ ലോകത്ത് കാണില്ല. 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോൾ 1 ഗുണ്ട നിന്നെ ഒതുക്കാനെ പറഞ്ഞു. 100 അടി നീ അടിക്കുമ്പോൾ 1 അടി നിനക്കായി തിരിച്ചു വരും. എല്ലാ വിജയങ്ങളുടെയും തൊട്ടുപുറകിൽ പരാജയവും അപകടവും പതിയിരിപ്പുണ്ടാവും. തെരുവിലെ ആ ജീവിതം ഇത് നിനക്ക് വേണ്ട. നീ എന്റെ കൂടെ നിന്നാ മതി. ഞാൻ ആരാണെന്നും എന്റെ തൊഴിൽ എന്താണെന്നും ഞാൻ പറയാതെ നിനക്ക് മനസ്സിലായിട്ടാണ്. ഒരു കള്ളക്കടത്തുകാരന്റെ സഹായിയാവുക, ഒരു സ്മഗ്ലറാവുക, അതൊന്നും അത്ര വലിയ കാര്യമോ നല്ല കാര്യമല്ല. ബട്ട് ഇറ്റ് ഈസ് ബെറ്റർ ദാൻ സ്ട്രീറ്റ് ഫൈറ്റ്സ്. പക്ഷേ പകരം ചോദിക്കാനൊന്നും പോരില്ല. പോവോ? ഈ വലിയ ലോകത്ത് രണ്ടുപേരും ഭാഷയോടുള്ള കിടപ്പാടിനെ തടയാതെ ആനി എനിക്കിഷ്ടമായിരുന്നു. ആനിക്ക് തിരിച്ചു. നെയ്ത് കൂട്ടാൻ ഒരുപാട് സ്വപ്നങ്ങളൊന്നുമില്ലാതെ മറ്റും ഞങ്ങൾ ഒരുമിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരുമിച്ച് ജീവിക്കാം. Oh. Oh, this was the So now this is the story. backstory now. वही मालूम पड़ेगा पूरा छोटे से बड़ा कैसे But how he became a smuggler and everything. पूरा ये मालूम पड़ेगा. but देखा जाए ना, I feel bad Bad, for yeah. him. As Yeah, since kid, like of course he's struggling and everything. Hmm. But I love that. एकदम मस्त without दाढ़ी look. He's Okay. looking so different, यार. Oh, that वो बच्चे वाला transformation Yes, से it was all nice. the big one. Very 20 nice, years very old nice. guy, मजा आ गया. भाई. So he also got married, but now where is his wife? वो भी बाकी है, of course. धीरे That धीरे thing is पता also चलेगा, I remaining. guess. Cool. Let's wait for more, guys. Meanwhile, take care. Bye bye.